ഏ നാഗറാണി, നീ എത്ര തന്നെ രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചാലും അതിന് നിനക്ക് സാധിക്കില്ല. അതാണ് ഈ ത്രയംബകന്റെ ശക്തി. നിന്നെ പോലത്തെ 100 നാഗങ്ങൾ വന്നാലും എന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല. നീ ദേവഗുണമുള്ളവളാണെങ്കിൽ ഞാൻ രാക്ഷസ ഗുണമുള്ളവനാണ്. എന്റെ ഓരോരോ രോമത്തിലും വാശിയും വൈരാഗ്യവുമാണുള്ളത്. ഇന്ന് നിന്റെ സർവനാശം ഉറപ്പാണ്. തൃശൂർ, നീ എന്താ മോനെ ഒറ്റയ്ക്ക് കയറി വന്നത്? ശിവാനി എവിടെ? അവള് എനിക്കറിയില്ല. എന്താണ് നീ പറയുന്നത്? ശിവാനി പുറത്തുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, പോയി. എന്താ ചേട്ടാ ഇതിന്റെയൊക്കെ അർത്ഥം? പോയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരോ ഒരാൾ വന്ന് അവളെ വിളിച്ചോണ്ടുപോയി. ആര്? അറിയില്ല അച്ഛാ. തൃശൂൽ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എവിടെയാടാ ശിവാനി? നീ എന്താടാ വല്ലാതിരിക്കുന്നത്? തൃശൂർ, എന്താ മോനെ, എന്തു പറ്റി നിനക്ക്? ശിവാനി പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞതല്ലേ? എന്തിനാ പുറത്തു വിട്ടെ? ആരെ പറഞ്ഞ അവളോട് പുറത്തു പോവാൻ? പറഞ്ഞിരുന്നു, പക്ഷേ അവള് പുറത്തേക്ക് പോയത് ഞങ്ങൾ ആരും കണ്ടില്ല. എന്ന് പറഞ്ഞ ഇവിടെ ഒരാൾക്ക് പോലും അവളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലായിരുന്നു. ഷെടാ, ഇത് വല്ല കാര്യമായിപ്പോയല്ലോ. അവളെന്താ കൊച്ചുകുട്ടിയാണോ? ഇവിടുന്ന് അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തിരിച്ചു വരാൻ അറിയാലോ. ഓട്ട സാരമില്ല. പുറത്തു പോയതാണെങ്കിൽ നീ പോയി വിളിച്ചോണ്ട് വാ. എവിടേക്കെന്ന് വിചാരിച്ച് പോവച്ചാ? എവിടെ പോയി അന്വേഷിക്കും? ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ? ഫോൺ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അവള് വല്ല ഷോപ്പിംഗിന് പോയതായിരിക്കും, തിരിച്ചു വരും. അവൾ അതിനൊന്നും പോയതല്ല. അവളെ ആരും ഇവിടുന്ന്... അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ അവസ്ഥ എനിക്കറിയാം. തൃശൂർ മോനെ, അല്ല, ഇവൻ ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? ശിവാനിയും കാണുന്നില്ലല്ലോ. അമൃത, അമൃത, അമൃത എവിടെ? ഒന്ന് വേഗം വാ അമൃത, പ്ലീസ് ഒന്ന് വേഗം വാ. എന്തു പറ്റി തൃശൂൽ? എന്തിനാണ് നീ അലറി വിളിക്കുന്നത്? അമൃത, അമൃത എല്ലാം അവസാനിച്ചു. എല്ലാം കഴിഞ്ഞു പോയി അമൃത. എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്തു പറ്റി? ആരോ ഒരാൾ അവിടേക്ക് വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയെന്നേ. ശിവാനിയെ പിടിച്ചുകൊണ്ടുപോയെന്നോ? നീ അവരെ തടയാൻ ശ്രമിച്ചില്ലേ? ഗംഗാജലവും രക്ഷയ്ക്കുണ്ടായില്ലേ? ശിവാനി ഒരു പക്ഷെ ഗംഗാജലം താണ്ടി പുറത്തു പോയിട്ടുണ്ടാവും. എനിക്കും അവൾ അതിൽ നിന്ന് തടയാൻ പറ്റിയില്ല. ആരോ ഒരാൾ ഭിക്ഷകാരന്റെ രൂപത്തിൽ വന്ന് അവൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയതാ. ആരാണിത്? നീ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ ഒരുപാട് ദൂരെയായിരുന്നു, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത്? നീ പിറകെ പോകണമായിരുന്നു. എന്തുകൊണ്ട് പോയില്ല? അയ്യോ, അവൻ സാധാരണ വഴി കൂടെയൊന്നല്ല പോയത്. ഏതോ വിചിത്ര വാഹനത്തില് ആകാശത്തേക്ക് കൊണ്ടുപോവാ ചെയ്തത്. അത് വലിയൊരു പ്രശ്നമായല്ലോ. അമൃത, അമൃത പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ശിവാനി എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അവൾ എനിക്ക് വേണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാം അമൃത, പ്ലീസ്. എനിക്ക് മനസ്സിലാവുന്നില്ല തൃശൂൽ. ഞാൻ നിനക്ക് അപ്പോഴേ മുന്നറിയിപ്പ് തന്നതാ. ശിവാനിയുടെ അടുത്ത് നിന്ന് മാറരുത്, അവളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. നീ അവളെ ഒറ്റയ്ക്ക് വിട്ടതാണ് വലിയ തെറ്റ്. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം എന്റെ ഗതികേട് തന്നെയാ. ഈ ലോകത്തില് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ കരുതിയിട്ടേ ഇല്ല. ആ ഗംഗാജലം ഞാൻ അവിടെ ഒഴിച്ചതല്ലേ. അവള് സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും, എവിടേക്കും പോവില്ലെന്ന് കരുതി. പക്ഷെ എന്റെ വിശ്വാസമൊക്കെ തെറ്റിപ്പോയി. ഇതിനെയാണ് വിധി എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ കരുതുന്നത് പോലെ സംഭവിച്ചാൽ ജീവിതം എത്ര എളുപ്പമായേനെ. അതിലൊക്കെ നാം അഹങ്കരിക്കുകയും ചെയ്തേനെ. എനിക്കതൊന്നും അറിയില്ല അമൃത. ശിവാനിയെ നഷ്ടപ്പെടുത്തി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമോ? ഞാൻ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറ, അത് ഞാൻ ചെയ്യാം. നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ അമൃത, എന്റെ ശിവാനിയുടെയും ജന്മജന്മാന്തര പ്രണയമാണെന്ന്. ഇപ്പൊ ആ ബന്ധം ദൃഢമാക്കേണ്ട സമയം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവളെ ഞാൻ കല്യാണം കഴിച്ചു. മുന്നോട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിതവും തുടങ്ങും. പ്ലീസ് അമൃത, അവൾ എന്റെ അടുത്തുനിന്ന് അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. എന്റെ ശിവാനി എനിക്ക് തന്നെ വേണം. പ്ലീസ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിപ്പിക്കും. പ്ലീസ് അമൃത.
ശിവാനി എന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കാണും. അവൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചും കാണും. പക്ഷെ അതൊക്കെ പിന്നീട് ഒരു ദിവസം പ്രണയമായിട്ട് മാറുന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവാനി എന്നെ മനസ്സിലാക്കുന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അവൾ എന്നെ വിശ്വസിച്ച് വരുന്നുള്ളത് ഉറപ്പാ. ആ വിശ്വാസം എനിക്കുണ്ട് അമൃത. അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ. തെറ്റല്ല എന്റെ ഭാഗത്ത്. ശിക്ഷയും എനിക്ക് തന്നെയല്ലേ കിട്ടേണ്ടത്. ആ ദുഷ്ടശക്തി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്നാൽ ശിവാനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. പ്ലീസ് അമൃത, ശിവാനിക്കൊന്നും സംഭവിക്കരുത്. അവളെ രക്ഷിക്ക് പ്ലീസ്. നോക്ക് തൃശൂൽ, നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. എനിക്കും അതിൽ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വെറും ഒരു ആത്മാവ് മാത്രമാണ്. എന്നിൽ ഇപ്പോൾ ആ ദുഷ്ടരെ എതിർക്കാനുള്ള ശക്തിയില്ല. അവരോട് ഞാൻ ഏറ്റുമുട്ടാം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. പറയാ അമൃത, എന്തെങ്കിലും ഒരു വഴി പറ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. ഞാനത് ചെയ്തു തീർക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു താ അമൃത. ശിവാനി എനിക്ക് രക്ഷിച്ചേ മതിയാവൂ. ത്രയംബക, നീ വരാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? പോയ കാര്യം നടന്നില്ലേ? ശിവാനി മായാങ്കനെ, നീ ഇനി ഒളിക്കേണ്ട കാര്യമില്ല. അവൾ എന്റെ വശീകരണത്തിലാണുള്ളത്. ഒരു കാരണവശാലും ഞാനാണ് ഇതിന്റെ പിറകിലെന്ന് ഇവൾ അറിയാൻ പാടില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാണ് അവളെ വശീകരിച്ചതിന് ശേഷം ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവൾക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും മനസ്സിലാവില്ല, മനസ്സിലാക്കുവാനും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശരി. ശിവാനി, ഇരുപത്തിമൂന്ന് വർഷങ്ങളായി ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആദ്യം നിന്നെ കൊല്ലണമെന്ന ലക്ഷ്യം എനിക്കില്ലായിരുന്നു. എപ്പോഴാണോ നീ എന്റെ ലക്ഷ്യത്തിന് തടസ്സമായി വന്നത്, അപ്പോൾ മുതൽ നിന്നോട് എനിക്ക് വൈരാഗ്യവും തുടങ്ങി. എന്നിട്ടും ഇത്രയും കാലം ഞാൻ എല്ലാം ക്ഷമിച്ചു. ഓരോ ദിവസം കഴിയും തോറും നിന്റെ കളികൾ കൂടിക്കൊണ്ടേയിരുന്നു. നീ എന്നെ എന്താ നിർത്തിയത്? പറയൂ. ഒന്നുമില്ല, അതിപ്പോൾ അനാവശ്യമാണ്. നീ പറഞ്ഞതുപോലെ ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവന്നു. നിന്റെ ഉദ്ദേശം എന്തിനാണ് നീ മറച്ചു വെക്കുന്നത്? പറയൂ. ഇപ്പൊ എന്റെ ഉദ്ദേശമാണോ മുഖ്യം, അതോ ഇവളുടെ നാശമാണോ മുഖ്യം? അവളുടെ നാശം. ആദ്യം നീ അത് ചെയ്തു തീർക്ക്. അതിനുശേഷം സുദീർഘമായി ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം ഓർമ്മയുണ്ടാകട്ടെ ത്രയംബക, ഇവളുടെ മരണത്തിനായി ഒരുപാട് സമയം കാത്തിരിക്കണ്ട. അവൾ നാഗറാണിയായി രൂപം മാറുന്നതിന് മുൻപേ അവളെ മരണം കൊണ്ടുപോയിരിക്കണം. എന്തുകൊണ്ട്? നാഗലോകത്തുള്ളവർക്ക് അവരുടെ ജീവന്റെ അന്തിമ ക്ഷണങ്ങളിലാണ് എല്ലാ ശക്തിയും ഉപയോഗിക്കാനാവുക. അവരുടെ ശ്വാസം നിലയ്ക്കാതിരിക്കാൻ എന്തു പോരാട്ടത്തിനു വേണ്ടിയും അവർ തയ്യാറായിരിക്കും. ഇവളിപ്പോൾ എന്റെ വശീകരണത്തിലാണുള്ളത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവൾ നാഗമായി രൂപം മാറുവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇവൾ പല്ലുകൊഴിഞ്ഞ നാഗമാണ്. സബാഷ് ത്രയംബക, സബാഷ്. ജയ് മഹാകാളി. എന്താ അമൃത, എന്തെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും പറയൂ. അമൃത വന്നത് ഒരു ജീവൻ രക്ഷിക്കൂ അത്രേ, ജീവിതത്തിനെ രക്ഷിക്കൂ അത്രേ.
പ്ലീസ് അമൃത, എന്റെ ശിവാനിയുടെ ജീവനും ജീവിതവും ഒക്കെ ഇപ്പൊ നിന്റെ കയ്യിലാ ഉള്ളത്. എന്തെങ്കിലും ഒന്ന് പറ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. തൃശൂൽ, നീ ചോദിക്കുന്നത് ചെറിയ കാര്യമല്ല. ശിവാനിയെ കൊണ്ടുപോയിരിക്കുന്നത് വലിയൊരു മന്ത്രവാദിനിയാണ്. ആ ശക്തിയെ എതിർക്കുന്നത് അത്ര എളുപ്പമല്ല. എല്ലാത്തിനും തയ്യാറെടുപ്പുകൾ വേണം. പോരാടാൻ ഒരു ശക്തി വേണം. ആ ശക്തി എനിക്കുണ്ട്, ഞാൻ പോരാടാം. പോരാടി ജയിക്കാനായിട്ട് ഒരു സാധാരണ മനുഷ്യനല്ല അവളെ കൊണ്ടുപോയത്. അത് നീ ആദ്യം മനസ്സിലാക്ക. ആ ദുഷ്ടന്റെ അടുത്തുള്ള അപാരമായ ശക്തി കാരണം നിനക്ക് അവന്റെ അടുത്ത് പോകാനും പറ്റില്ല. അവന്റെ മുന്നിൽ നീ അശക്തനാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് പോരാടാനായി ഒരു ശക്തി വേണം. അതാദ്യം നീ നേടിയെടുക്ക്. അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞതാ. അത് നേടിയെടുക്കാൻ ഞാൻ. നിനക്കിപ്പോ നാഗാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട്. നാഗാസ്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ ആ ദുഷ്ടശക്തിയെ എതിർത്ത് നിൽക്കാനാവൂ. നാഗാസ്ത്രം? അതെന്ത് സാധനം? അത് എവിടെ നിന്ന് കിട്ടാ? അതെനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോകും. തന്നുവിടാൻ അത് എന്റെ കൈവശമല്ല ഉള്ളത്. ധൃതപർവ്വതത്തിനുള്ളിലെ നാഗമണ്ഡലത്തിനുള്ളിലാണ് നാഗാസ്ത്രമുള്ളത്. ഏത് പർവ്വതമാണത്? ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അങ്ങോട്ടുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നാൽ അവിടേക്ക് പോകുന്നത് വളരെ കഷ്ടമാണ്. അതിന് എത്ര കഷ്ടപ്പെട്ടാലും ശരി, ഞാൻ അവിടേക്ക് പോയിക്കോളാം. തൃശൂൽ, പേരിൽ തന്നെ മൃത്യുള്ള പർവ്വതമാണത്. നീ വയ്ക്കുന്ന ഓരോ ചുവടുകളും മരണത്തെ വിളിച്ചു വരുത്തുന്നത് പോലെയാവും. നിന്നെ കൊണ്ട് ഇതിന് പറ്റില്ല. ഇല്ല, എന്നെ കൊണ്ട് പറ്റും. എന്റെ പ്രാണൻ പോയാലും സാരമില്ല. അത് ഞാൻ എങ്ങനെയാലും കൊണ്ടുവരും. അമിത വിശ്വാസം നല്ലതല്ല. ശിവാനിയുടെ ജീവനേക്കാൾ മുമ്പ് നിന്റെ ജീവൻ പോകുന്നത് പോലെയാവും. എന്ന് പറഞ്ഞ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ശിവാനിയെ നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ അവളെ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? കുറഞ്ഞ പക്ഷം അവളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് എന്റെ പ്രാണം പോയാലും സാരമില്ല. അത്രയെങ്കിലും ചെയ്യേണ്ടത് എന്റെ കടമയാ. തൃശൂൽ, എന്ത് വലിയ വാക്കാണ് നീ പറഞ്ഞത്. ഇതിനു വേണ്ടിയെങ്കിലും നിനക്ക് ആ വഴി ഞാൻ കാണിച്ചു തരാം. ശരി, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. തൃശൂൽ, ഇത് നിനക്ക് വഴികാട്ടിത്തരും. പക്ഷെ അത് എവിടം വരെയാണെന്ന് വെച്ചാൽ പർവ്വതത്തിന്റെ അടിവാരം വരെ മാത്രം. അവിടെ നിന്ന് നീ ഒറ്റയ്ക്ക് പോയേ മതിയാവും. ആരും നിനക്ക് സഹായത്തിനുണ്ടാവില്ല. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. കല്ലും മുള്ളും നിറഞ്ഞ വഴി 3 വ്യത്യസ്ത സ്ഥലങ്ങൾ നീ താണ്ടണം. ആദ്യത്തേത് മുള്ളുകൾ നിറഞ്ഞ വഴി, രണ്ടാമത്തേത് സർപ്പങ്ങൾ നിറഞ്ഞ വഴി, മൂന്നാമത്തേത് തീജ്വാലകൾ. ഇതെല്ലാം താണ്ടി മുന്നോട്ട് പോയാൽ നിനക്ക് നാഗമണ്ഡലം കാണാൻ പറ്റും. ആ മണ്ഡലത്തിൽ നീ പൂജയർപ്പിക്കണം. അപ്പോൾ നാഗാസ്ത്രം നിന്റെ കൈകളിലെത്തും. ഞാൻ വേഗം തന്നെ പോവാം. തൃശൂൽ, ഒരു കാര്യം ഓർത്തോളൂ. സൂര്യാസ്തമയത്തിന് മുമ്പ് ഇതെല്ലാം സംഭവിച്ചിരിക്കണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നീ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നാഗാസ്ത്രം നിനക്ക് ഒരിക്കലും ലഭിക്കില്ല. ഇല്ല, എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാം. ശരി, ചെല്ലു. ശിവാനിയുടെ ജീവൻ രക്ഷിക്കൂ. നിന്റെ പ്രണയം നീ നേടിയെടുക്ക. മഹാദേവ, ഇവൻ അമിത വിശ്വാസത്തിലാണ് പോകുന്നത്. എന്നാൽ ശിവാനിയുടെ ജീവൻ രക്ഷിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇവർ രണ്ടാളും തമ്മിൽ അകലുമെന്ന മുൻ സൂചനകൾ എനിക്ക് ശരിയായി തോന്നുന്നു. അങ്ങ് തന്നെ അവരെ കാത്തുകൊള്ളണം. ത്രയംബക, ഇവളുടെ മരണം അതിക്രൂരമായിരിക്കട്ടെ. ഒരു കാരണവശാലും ഇവളോട് സഹതാപം കാണിക്കരുത്. ഞാനോ സഹതാപമോ? ഈ ത്രയംബകന് സ്വന്തം ആളുകളോട് പോലും സഹതാപം തോന്നാൻ സാധ്യതയില്ല. ഈ ശിവാനി എന്റെ ബദ്ധശത്രുവാണ്. എന്റെ ദേഷ്യം മുഴുവൻ ഇവളോട് മാത്രമാണ്. ഇവളോട് എനിക്ക് സഹതാപം തോന്നുവാൻ എങ്ങനെ സാധിക്കും? അങ്ങനെയാണെങ്കിൽ അവളുടെ മരണം ഉറപ്പാണ്. സാധാരണ മരണമല്ല, ക്രൂരമായ മരണം. അവള് നരകിച്ച് മരിക്കണം. അതുമാത്രമാണ് എന്റെ ഉദ്ദേശം. അവളുടെ പ്രാണൻ ഇല്ലാതായതിനു ശേഷം അവളുടേതായി ഒന്നും അവശേഷിപ്പിക്കാതെ എല്ലാം ഇല്ലാതാക്കിയേക്ക്. അവളുടെ ദേഹം എന്റെ ഗരുഡപക്ഷിക്ക് ആഹാരമാകും. ഇന്നു മുതൽ ശിവാനി ഓർമ്മ മാത്രം. ത്രയംബക, അവളെ കൊല്ലുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം നീ. യാതൊരു കാരണവശാലും അവൾ രക്ഷപ്പെട്ടു പോകരുത്.
അവൾ ഒരിക്കൽ എന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ അവളുടെ ജീവൻ എന്റെ കൈപ്പിടിയിലായിരിക്കും. ഞാൻ എപ്പോൾ എന്റെ കൈകൾ മുറുക്കുന്നുവോ ആ ക്ഷണം അവളുടെ ശ്വാസം നിലച്ചിരിക്കും. ശരി, ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ പോവുകയാണ്. അങ്ങനെ ആവട്ടെ. ത്രയംബക, അവളുടെ മരണവാർത്ത നിന്നെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ശരി. ഏയ് ശിവാനി, നീ നാഗമായി മാറുവാൻ ശ്രമിക്കുന്നുവോ? നിന്നെ ഞാൻ മൃത്യുപർവ്വതത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ടാവും? ദൈവമേ, തീരെ വയ്യനിക്ക്. ഞാൻ നാഗാസ്ത്രം എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്ന സമയം വരെ ശിവാനി എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് നോക്കണേ ദൈവമേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കില്ല. ഈ ദേഹം എന്റേതായിരിക്കാം, പക്ഷെ ജീവൻ അവൾക്കുള്ളതാ. ഞാനിപ്പോ കൈകൂപ്പി നിൽക്കാം, അവൾക്കൊന്നും സംഭവിക്കാതെ നോക്കാൻ. ത്രയംബക, നീ അന്നേ മരിച്ചു എന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴും നീ ജീവനോടെ ഉണ്ടോ? ഈ ത്രയംബകന് മരണമേയില്ല. എന്നെ കൊല്ലുവാനായി ആരെ കൊണ്ടും സാധ്യമല്ല. വീണ്ടും എന്തിനാ നീ വന്നത്? എന്റെ ശത്രുവിനെ വേട്ടയാടുവാൻ വേണ്ടി. ആരാത്? മറ്റാര്, നീ തന്നെ. നാഗലോകത്തു നിന്നും വൈരാഗ്യം തീർക്കുവാനായി വന്ന ഇച്ഛാധാരി നാഗറാണി. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നീ? എന്റെ ജീവിതത്തിലെ 14 വർഷങ്ങളാണ് ദിഗ്ബന്ധനത്തിലാക്കി നീ നശിപ്പിച്ചു കളഞ്ഞത്. എന്റെ ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം നീ ഇല്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് മതിയായില്ലേ നിനക്ക്? ഏത് ദിഗ്ബന്ധനം? നീ അതിൽ നിന്നും രക്ഷപ്പെട്ടില്ലേ? എന്നാലും അത്രയും വർഷങ്ങൾ നീ എന്നെ അതിൽ പൂട്ടിയിട്ടില്ലേ? എന്നിട്ട് നിനക്ക് മതിയായില്ല. എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നീ. അവസരം കിട്ടിയപ്പോഴെല്ലാം എന്നെ നീ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു, എന്നെ വേദനിപ്പിച്ചു. ഇപ്പോൾ എന്നെ ബന്ധനസ്ഥയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ നീ? അതെ, ഞാൻ നിന്നെ ഓരോ നിമിഷവും ശല്യപ്പെടുത്തും. നീ എത്ര ബുദ്ധിയോടെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ വിടില്ല. നീ എപ്പോഴും എന്റെ ഈ കൈകളിൽ ബന്ധനസ്ഥയായിരിക്കും. മതി, നിർത്ത് നിന്റെ ഈ അഹങ്കാരം. എന്തിനാ നീ എന്നോട് ഇത്ര വൈരാഗ്യം കാണിക്കുന്നേ? ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ? എന്താണിത്ര വൈരാഗ്യമെന്നോ? ദേഷ്യമുണ്ടാകേണ്ടത് നമുക്കിടയിലല്ലേ ഇച്ഛാധാരി നാഗറാണി? എന്നുവെച്ചാ? അതെ,
നാഗലോകത്തിന്റെ മകുടമണി, നാഗലോകത്തിന് ശിവൻ കൊടുത്ത വരദാനം. നിനക്കെങ്ങനെ അറിയാം? അതിനെക്കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? എത്രയും പക മറുപടി പറ. നാഗമാണിക്യത്തിന് നിനക്കും എന്താണ് ബന്ധം? ബന്ധമോ? ബന്ധമുള്ളത് എനിക്ക് മാത്രമാണ് ശിവാനി. എന്താ അത്? എന്താ അറിയാം നിനക്ക്? നാഗമാണിക്യത്തെ കുറിച്ച് എങ്ങനെ അറിയാം നിനക്ക്? ആരാണ് പറഞ്ഞത്? ആര് പറഞ്ഞെന്നോ? നാഗമാണിക്യം അപഹരിച്ചവരിൽ ഞാനും ഒരാളാണ്. നീയോ? കള്ളം പറയണ്ട, സത്യം പറ. നാഗമാണിക്യം മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത്? നിനക്കതിനെ കുറിച്ച് എങ്ങനെയാണ് അറിയാവുന്നത്? നിനക്കതിനെ പറ്റി അറിയണമെങ്കിൽ മറ്റൊരു കഥ കൂടി കേൾക്കണം. കഥയോ? എന്ത് കഥ? നാഗലോകത്തിലെ വേദനയുടെ കഥ. ഈ ജഗത്തില് നാഗവനം എന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് നാഗരാജാവും റാണിയും അവരുടെ ഏകാന്ത സമയങ്ങൾ ചിലവഴിക്കുവാൻ വേണ്ടി വരുന്ന സ്ഥലമായി. നാഗവനത്തെക്കുറിച്ച് നിനക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? കഥ തുടങ്ങുമ്പോൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉചിതമല്ല ശിവാനി. ക്ഷമയോടെ കാത്തിരിക്കുക. 23 സംവത്സരങ്ങൾക്ക് മുൻപ് ആകാശത്ത് പൂർണ്ണചന്ദ്രൻ വന്ന് ശ്രേഷ്ഠമായ ദിവസം നാഗലോകത്തിന്റെ യുവരാജാവും യുവറാണിയും അവരുടെ സമയം ചിലവഴിക്കുവാനായി നാഗവനത്തിലെത്തി. നാഗലോകത്തിന്റെ മകുടമണി നാഗമാണിക്യം കാത്തു സൂക്ഷിക്കുവാൻ ചുമതലയുള്ള യുവരാജാവ് നാഗമാണിക്യവും കൂടെ കൊണ്ടുവന്നു. നാഗമാണിക്യം ശിവലിംഗത്തിന് മുകളിൽ വെച്ചിട്ട് ഇരുവരും സത്യം ചെയ്തു. യുവരാജാവും യുവറാണിയും അവരുടെ പ്രണയം ദൃഢപ്പെടുത്തി. പരമേശ്വര, ലോകത്തിന് മുഴുവൻ വിളക്ക് ലഭിക്കുന്ന ഈ പൗർണമി ദിവസം സാക്ഷിയായി നിന്റെ സന്നിധിയിൽ വെച്ച് ഞങ്ങൾ ഒന്നാവുകയാണ്. രണ്ടുപേരും ഗാന്ധർവ വിവാഹം കഴിച്ചു. അവിടെ നിന്നും നാഗമായി രൂപം മാറി നാഗവനത്തിന്റെ സുന്ദര പരിസരങ്ങളിലേക്ക് വരും. തങ്ങളുടെ ഒത്തുചേരലിന്റെ ഗാഢത കൂട്ടുവാൻ വേണ്ടി യുവറാണിയുടെ വസ്ത്രങ്ങളെടുത്ത് യുവരാജന്റെ കണ്ണുകൾ മൂടുമായിരുന്നു. അവിടെ യുവരാജാവും യുവറാണിയും ജഗത്തിൽ മറ്റൊന്നിനെയും ഭയക്കാതെ കണ്ണുപൊത്തി കളിക്കുമായിരുന്നു. ഒരു ക്ഷണം പെട്ടെന്ന് യുവരാജാവിനെ അവിടെ നിന്നും കാണാതായി. എത്ര തിരഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ചെന്ന് നോക്കുമ്പോൾ ഏതോ ദുഷ്ടന്മാർ അവനെ കൊല്ലാൻ നോക്കുകയായിരുന്നു. അപ്പോഴും അവൻ മരിച്ചിരുന്നില്ല. അവസാന ശ്വാസത്തിനായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. യുവറാണി ചെന്ന് നോക്കുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല, കണ്ടു നിൽക്കാനായില്ല. അവൻ പിന്നെ കണ്ണു തുറന്നതേയില്ല.